ആദ്യമേ പറഞ്ഞേക്കാം, ക്ലാസ് ടെസ്റ്റ് ആണ്. അതും വിചാരിച്ചിട്ട് പഠിക്കാതെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ പൊക്കുന്നതായിരിക്കും. പിന്നെ കോപ്പി അടിക്കരുത്, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. എന്റെ ദൈവമേ, എന്തോ ഒരു സുഖത്തിൽ ഇവിടെ എഴുതുന്നേ. നല്ലോണം എഴുതിണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാ? സാറിന്റെ നോക്കി എഴുതല്ലേ. എന്തെങ്കിലൊക്കെ എഴുതി കൂട്ടന്നെ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ ടെസ്റ്റ് നടത്തിക്കോളൂ. ഇവൻ വല്ലതും എഴുതുണ്ടോ? ഇവൻ പഠിക്കുന്നില്ലെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അറിയായിരിക്കോ. എന്തായാലും ഇവന്റെ നോക്കി എഴുതി നോക്കട്ടെ. പാവം സാറ, ഓള് നല്ലോണം പഠിച്ചു വന്നിക്കണ. എന്തൊരു സ്പീഡിൽ എഴുതുന്നറിയോ? അങ്ങനെ തന്നെ എഴുതിക്കോടേ. എന്റെ ഒരു പേപ്പർ തീരാറായല്ലോ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നേ. പെട്ടെന്ന് ഈ പേപ്പർ അങ്ങ് തീർത്തിട്ട് ഫസ്റ്റ് ഞാൻ തന്നെ അഡീഷണൽ പേപ്പർ മേടിക്കണം. സാറയ്ക്ക് നല്ലോണം എഴുതുന്നുണ്ടോ? ഷോ, ഇവിടെ നിന്ന് രാത്രി മൊത്തത്തിൽ ഇരുന്ന് പഠിച്ചെന്ന് തോന്നണേ. എടി ജാസ്മിനെ, ഒന്ന് പറഞ്ഞു താടി. എടി പ്ലീസ്. ചശോ, ഇവളെന്തീ ചെയ്യണേ? ഈ ടിൻഡു നല്ല ആൾസിനെ കോപ്പി അടിക്കണേ. ടിൻഡു. യെസ് മിസ്. എന്താണ് ടിൻഡു? ഒരു ക്ലാസ് ടെസ്റ്റ് പോലും മര്യാദയ്ക്ക് പഠിച്ചു വന്നൂടെ? ഒരു ചാപ്റ്ററിൽ എക്സാം നടന്നേ. പബ്ലിക്കിന് എന്തോ ഒരു ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ കോപ്പി അടിക്കുന്ന ആദ്യം നോക്കിട്ടാ? ജാസ്മിനെ നോക്കിട്ടോ. നല്ല തമാശ. അവൾദിനെ നോക്കിട്ടാ നിന്റെ ഉള്ളത്തരം തെറ്റാ നിക്കണ്ട. മിസ് അങ്ങനെ പലതും പറയും. പറഞ്ഞോട്ടെ. ഇതിന്റെ എല്ലാം കൂടി റിസൾട്ട് വരുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കണ്ട്. മിസ്സിനറിയില്ലല്ലോ ഈ പെണ്ണ് മാജിക്കൽ ബോർഡ് കൊണ്ടുവന്നിക്കണെന്ന്. പഠിച്ചു തന്നെ വന്നിട്ടുള്ളൂ. നല്ല സുഖമുള്ള ക്വസ്റ്റ്യൻസ്. എന്തായാലും ഞാൻ തന്നെ ഫസ്റ്റ്. ഇതുവരെ ആരും മേടിച്ചിട്ടില്ല എക്സ്ട്രാ പേപ്പർ. ഞാൻ മേടിക്കാൻ പോവാ. കാറവ വിചാരിക്കുണ്ടാവും ഓളൊരു പേപ്പർ തീർന്നിങ്ങനെ ഞാനിപ്പോ ഒരു അഡീഷണൽ പേപ്പർ മേടിക്കാൻ പോവാണെന്ന്. അതിന്റെ മുന്നേ ഞാൻ മേടിച്ച് കാണിച്ചരാ. ടീച്ചർ, അഡീഷണൽ പേപ്പർ. അഡീഷണൽ പേപ്പറോ? അപ്പോൾ ശരിക്കും പഠിച്ചു വന്നീനെ? അങ്ങനെയൊന്നും ഉണ്ടാവൂല. അമ്മക്ക് ഓളറിയുന്നല്ലേ. മിക്കവാറും ഷോക്ക് വേണ്ടി മേടിക്കായിരിക്കും. അതും കറക്റ്റാ. വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും പേപ്പർ മേടിക്കുന്ന എക്സ്ട്രാ. അഡീഷണൽ പേപ്പർ തന്നെയല്ലേ? പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്ട്രാ ചോദിക്കും മിസ്സേ. ശരി. 2000 years later. എന്നാലും ജാസ്മിനെയാണ് നേരത്തെ എക്സ്ട്രാ പേപ്പർ ചോദിച്ചേ. എനിക്കങ്ങ് വിശ്വാസം വരുന്നില്ല. മിക്കവാറും എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ, ടീച്ചർ എന്തിനാ എന്റെ ഒപ്പം ഇരിക്കണേ? എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കണോ? അങ്ങനെ വരാൻ വഴിയില്ല. അയ്യോ, സംസാരിച്ചാലേ അതിന് നേരം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് എഴുതാൻ നോക്കാം. ജാസ്മിൻ. എന്താ മിസ്സേ? ഒന്നുമില്ല, എഴുതിക്കോ. പാവം മിസ്സിനൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെങ്ങനെ എഴുതുന്ന കാണുമ്പോഴേ എന്തൊക്കെയാ സംശയം തോന്നുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഇവിടെ ഒന്നും പഠിക്കൂല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ജാസ്മിൻ, ഇത് എഴുതാൻ സമ്മതിക്കൂല. എന്താണ് മിസ്സിന് എന്താ വേണ്ടേ? എന്റെ മുഖത്ത് നല്ലോണം ഉണ്ടല്ലോ കള്ളലക്ഷണം. അയ്യോ, മിസ്സിന് മനസ്സിലായോ? എന്റെ മുഖത്ത് കള്ളലക്ഷണമൊന്നുമില്ല, വെറുതെ പറയായിരിക്കോ. ഞാൻ കൂളായിട്ട് ഇരിക്കണേ. പ്ലീസ് മിസ്സേ, ഇന്നലെ രാത്രി ഉറക്കൊഴിച്ച് പഠിച്ചു വന്നതാ. അതുകൊണ്ട് തന്നെ എനിക്കിത് മുഴുവൻ എഴുതണം പ്ലീസ്. ഓക്കെ. അക്ഷയ്, ഇന്ന് മുഴുവനാണ് എനിക്ക് ചെക്ക് ചെയ്യണം. പണി പാടില്ല. അപ്പോ മിസ്സേ, എന്തിനാ അതിന്റെ ആവശ്യം? സമയമില്ലേ മിസ്സേ? പ്ലീസ് ഇതൊന്ന് എഴുതിയിരിക്കട്ടെ. മോളതിനങ്ങനെ പതുങ്ങി സംസാരിക്കണേ. എന്തായാലും അത്രയ്ക്ക് നീ എഴുതിയാ മതി. മര്യാദയ്ക്ക് വന്നേ. എന്താണ് മിസ് ഇത്? പഠിച്ചു വന്നാലും പ്രശ്നം, പഠിക്കാതെ വന്നാലും പ്രശ്നം. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പഠിച്ചു വന്ന നിനക്ക് എന്തുകൊണ്ട് ആ കാർഡ് ബോർഡും അതുപോലെ തന്നെ നിന്റെ യൂണിഫോമിന്റെ കോട്ടൊന്ന് കാണിച്ചെന്നൂടാ? നിന്റെ യൂണിഫോമിന്റെ പോക്കറ്റ് ഒന്ന് നോക്കണം എനിക്ക്. മിസ്സേ, ടൈം പോകുന്നു. അതൊന്നും കുഴപ്പമില്ല, ടൈം ഞാൻ നിനക്ക് എക്സ്ട്രാ തരണ്ട. മിസ് ഒന്നും പറഞ്ഞതൊക്കെ കേൾക്കുന്നില്ല. ആ കാർഡ് ബോർഡ് തന്നെ. ഇതാ മിസ്. ആകെ പേടിയാവുന്നുണ്ട്. എങ്ങാനും ജാരയുടെ പേപ്പറിന്റെ ഫോട്ടോയിൽ കാണുകയാണെങ്കിൽ പെട്ടു ഞാന്. അയ്യോ, മറന്നു പോയല്ലോ. അതിന്റെ ആൻസർ എന്തായിരുന്നു? ഇന്നലെയും കൂടി പഠിച്ചതാ. എന്റെ നമ്പർ 9 ഉണ്ട്. ഇതിലൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നേ. ശരി ജാസ്മിൻ, ഇതിലൊന്നും കാണുന്നില്ല. ഐ ആം റിയലി സോറി ട്ടോ. ഞാൻ വിചാരിച്ചു നീ കോപ്പി അടിച്ച് എഴുതുന്നുണ്ടെന്നാ. എന്തായാലും അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? ഓളെ എഴുതുന്ന ഫോട്ടോ ഇതിലെങ്ങനെ കാണാതിരുന്നു? കിട്ടുന്നില്ലല്ലോ ആൻസർ. എനിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ മുഴുവനായിട്ട് അറിയില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. ഓളെ എഴുത്ത് നിർത്തിയിരിക്കുക.
വെറുതെ അല്ല ഇതിൽ ഓള് എഴുതുന്ന ഫോട്ടോ വരാതിരുന്നതാ. ഓളിപ്പോ എഴുതുന്നില്ലല്ലോ, അവളിപ്പോ എന്തോ ആലോചിച്ചിരിക്കണേ. മിസ്സേ, എന്താ നിനക്ക് വേണം അഡീഷണൽ പേപ്പർ? ഏയ് അഡീഷണൽ പേപ്പർ ഒന്നും വേണ്ട. ആർക്കെങ്കിലും പേപ്പർ എക്സ്ട്രാ വേണമെങ്കിൽ നിന്റെ പേപ്പർ കൊടുക്കാൻ വേണ്ടി പറയാനായിനോ? ഒന്നും എഴുതിയിട്ടില്ലല്ലേ? ഇല്ല മിസ്സേ. എന്തേലും വീട്ടില് പണി? അത് പിന്നെ മിസ്സേ, ഒരു പണിയില്ലായിരുന്നു. വെരി ഗുഡ്. മിസ് ശരിക്കും ചെക്ക് ചെയ്തതാണോ ജാസ്മിന്റെ ബോർഡ്? അതെടി പെണ്ണേ, ജാസ്മിനൊക്കെ നന്നായി. നീ ഇങ്ങനെ ഇരുന്നോ, ഓള് നല്ലോണം പഠിച്ചു വന്നിക്കണേ. അതെ അതെ അതെ. എന്നാലും ഇവളെ ഞാൻ സമ്മതിച്ചു. ഈ പെണ്ണിനെ കൊണ്ട് എന്താണ് ടിൻറ്റു ഇത്? എന്താ മിസ്? നീ എന്തിനാണ് ജാസ്മിനെ നോക്കി എഴുതുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ നോക്കിയതൊന്നുമല്ല. പിന്നെന്തിനാ അവളെ മുഖത്ത് നോക്കിയിരിക്കണേ? അല്ല, ഓളല്ലേ പറഞ്ഞേ ഇന്നലെ ഭയങ്കര ഉറക്കൊഴിച്ച് പഠിച്ചതാന്ന്. അപ്പോൾ നല്ലോണം എഴുതാൻ പറ്റുണ്ടോ നോക്കാണ്. എന്നാ പിന്നെ അതിനെ നിനക്ക് നേരെ ഉണ്ടാവുള്ളൂ. മര്യാദയ്ക്ക് നിന്റെ പേപ്പറിൽ നോക്കിയിരുന്നോ? ഓക്കെ മിസ്. എന്നാലും ഈ ജാസ്മിന്റെ ഒരു ഭാഗ്യേ. എന്നാലും ഈ ജാസ്മിൻ എന്താ ഇത്ര സ്പീഡിൽ എഴുതുന്നേ? എന്തെങ്കിലും പാടി ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലാതെ അവളിങ്ങനെ എഴുതൂല. പിന്നെ ഓളൊക്കെ പഠിക്കുക വലിയ തമാശ ആയിരിക്കും. ഈ ജാസ്മിൻ ബോർഡ് നോക്കി ഇങ്ങനെ എഴുതുന്നേ, അതില് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ ചെക്ക് ചെയ്തതാണല്ലോ, അതൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഓളല്ലാള് വേറെ വല്ല പണിയുണ്ടാവും. ഞാൻ വിചാരിച്ചോളൂ പഠിച്ചെഴുതാന്ന്. പഠിച്ചൊന്നും എഴുതൂലാന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും ഒന്നും കൂടി ഒക്കെ തപ്പി വെക്കാം. ജാസ്മിൻ, അയ്യോ മിസ്സിന് വീണ്ടും ഡൗട്ട് തോന്നിയാ? എന്താ മിസ്? എല്ലാ കുട്ടികളും അവരുടെ പേപ്പറിൽ നോക്കി എഴുതുന്നേ, നീ എന്തിനാ എക്സാം ബോർഡിൽ നോക്കി എഴുതുന്നേ? അത് പിന്നെ മിസ്, ഞാൻ ബോർഡിൽ നോക്കി എഴുതല്ല. അതിങ്ങനെ ആൻസർ ഇങ്ങനെ ആലോചിക്കുമ്പോ അറിയാതെ അങ്ങോട്ട് കണ്ണു പോവാണ്. ആണോ? കണ്ണങ്ങനെ പല സ്ഥലത്തേക്കും പോവും. ചിലവരുടെ പേപ്പറിലേക്ക് കണ്ടുപോകും. എന്തേ അന്നെ കുറിച്ചല്ലേ പറഞ്ഞേ ടിൻഡു? എന്നാ പിന്നെ മിസ്, നിങ്ങളും ടിൻഡു കൂടി സംസാരിച്ചെന്നോ എനിക്ക് ആൻസർ പെട്ടെന്ന് എഴുതണം. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടല്ലോ. മര്യാദയ്ക്ക് ആ എക്സാം ബോർഡ് തന്നെ. മിസ് അതെന്തിനാ? ഒന്നുമില്ല, അന്റെ കടപടാകുമ്പോ ഭയങ്കര പുണ്യ അറിയാവല്ലോ, അതുകൊണ്ട് നിന്റെ സ്യൂട്ട് കേസിൽ വെക്കാനാ. ഒന്ന് തരുമോ? എനിക്കിപ്പോ ഉത്തരം എഴുതണം, കാരണം എന്റെ തലയിൽ ഇപ്പൊ വരുന്നുണ്ട്. നിന്റെ തലയിൽ അങ്ങനെ പലതും വരും. മര്യാദയ്ക്ക് എക്സാം ബോർഡ് തരാം. എക്സാം ബോർഡ് വേറെ ആക്കി കൊടുത്തിട്ട് ചേഞ്ച് ആക്കാം. പാളി മാം, അതൊന്നും ചെയ്യല്ലേ. എന്റെ പപ്പ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് മേടിച്ചു തന്നതാ ഇത്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവൂലേ? വീണ്ടും പെട്ടു. ഇല്ല മിസ്സേ, ഇല്ല. ഇത് അടിപൊളി കാർഡ്ബോർഡാ, അതുകൊണ്ട് എക്സാം ബോർഡ് എനിക്ക് എന്റെ പപ്പ മേടിച്ചതാ. ഇതില് എനിക്ക് എക്സാം എഴുതാൻ വലിയ താല്പര്യമായിരുന്നു. എന്നെ മടികാരെ മര്യാദയ്ക്ക് തരാൻ നോക്ക്. അതെ മിസ്, അത് മേടിക്ക. എന്നിട്ട് ആ ബോർഡ് എനിക്ക് തന്നേക്ക്. എന്റെ ഡാഡ് കാനഡയിൽ കൊണ്ടുവന്നിട്ടുള്ള എക്സാം ബോർഡ് അത് എനിക്ക് മാത്രമാണ്, അത് നിനക്കല്ല ടിൻഡു. ഇവളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റേത് നീ മര്യാദയ്ക്ക് ആ ബോർഡ് തരാൻ നോക്ക. ജാസ്മിൻ, ഇല്ല മിസ്, ഇല്ല, ഇത് ഞാൻ തരത്തില്ല. എത്ര ക്യാഷ് കൊടുത്ത് മേടിച്ചതറിയോ? ഇത് വേറെ ആക്കി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്ന് ജാസ്മിനെ, എക്സാം കഴിഞ്ഞാൽ നിനക്ക് അങ്ങ് തരാം. എക്സാം കഴിഞ്ഞിട്ട് എന്തിനാ മിസ് എനിക്കിത് പുഴുങ്ങി തിന്നാനോ? സംസാരിക്കുമ്പോ അതിനേതല്ല മാന്യത വേണം നിനക്ക്. മര്യാദയ്ക്ക് തരാൻ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇതുവരെ എന്തൊക്കെയാണ് എഴുതിയിരിക്കണേ അത് മൊത്തത്തിൽ ഞാൻ റോങ് ഇട്ട് വെക്കും. അത് തന്നെ വേണ്ടത്. എന്നാ പിടിച്ചൂടാ, എനിക്ക് വേണ്ടത്. മിസ് എന്തെങ്കിലും ചെയ്തൂടാ. എന്തായാലും നിനക്കുള്ള ബോർഡ് ഞാനിപ്പോ കൊണ്ടുവരാം, എക്സാം ബോർഡ്. ഇനി കൊണ്ടുവന്നിട്ട് എന്തിനാ കാര്യം? ഞാനിപ്പോ എങ്ങനെ എഴുതാനാ? എന്റെ പൊന്നു മിസ്സേ, എന്റെ അടുത്ത് ഒരു പേപ്പറും ഇല്ല, കോപ്പി അടിക്കാൻ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി എന്നെ പിടിക്കല്ലേ? നിന്നെ പിടിക്കാൻ വന്നതല്ല, നീ എക്സാം ബോർഡ് വെച്ച് എഴുതിക്കോ. എന്താ മിസ് ചെയ്തോ? എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും വേണ്ട. പിന്നെ ആ എക്സാം ബോർഡ് രഹസ്യം അറിഞ്ഞ ഈ തന്നെത്താനെ മേടിക്കത്. എന്താ എബിനിത ഇത് മേടിക്കുക? എന്നിട്ട് വേണം നിന്റെ ബോർഡ് അവൾക്ക് കൊടുക്കാന്, ആ ജാസ്മിൻക്ക്. എന്റെ പൊന്നു മിസ്സേ, അത് വേറെ ആർക്കും കൊടുക്കാൻ നോക്കോ, എനിക്കൊന്നും വേണ്ട. ഓവർ അങ്ങ് ഷൈൻ ചെയ്യല്ലേ, മര്യാദയ്ക്ക് മേടിക്കാൻ നോക്ക. ശരി, എന്നാ തന്നേക്ക്. ജാസ്മിന, ഇനി ബോർഡിൽ വെച്ചിട്ട് എഴുതാതിരിക്കണ്ട. ഇനി ഇത് കിട്ടിട്ട് എന്തോ ഒലക്കാ മേടിക്കാൻ നോക്ക. ശരി, ഞാൻ ഇതിൽ എന്ത് എഴുതാനാ? എന്റെ പൊന്നു ജാസ്മിനെ, ആംബുലൻസ് ഒക്കെ പിന്നെ വിടാം.
ഇതെന്താ സംഭവം? ഇത് ആരുടെ പേപ്പറാ എന്റെ ഈ എക്സാം ബോർഡില് അല്ലല്ല ജാസ്മിന്റെ എക്സാം ബോർഡില് പതിഞ്ഞു കാണുന്നത്? എഴുത്ത് കണ്ടിട്ട് സാറയുടെ പോലെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ ഇതായിരിക്കും ജാസ്മിന്റെ പ്ലാന്. വെറുതെ അല്ല ടീച്ചർ അവളെ പിടിച്ചത്. എന്തായാലും എനിക്ക് ലാഭായി, അല്ലാതെ എന്തു പറയാനാ. എന്തായാലും ഈ എക്സാമിന് റിസൾട്ട് വരുമ്പോ എല്ലാവരും ഞെട്ടോ. ആ എബിനി എന്തോരം എഴുതുന്നുണ്ടാ. മിക്കവാറും അവ കണ്ടിട്ടുണ്ടാവും. എന്തായാലും അവസരം മുതലാക്കാൻ അവന്. എനിക്ക് കിട്ടിയില്ല.